ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പെപ്പർ ഹാർട്ട്. ഇന്ന് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്നാക്കാണ് പരിചയപ്പെടുത്തുന്നത്. വലിയ പ്രയാസമൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പാനിൽ ഒഴിക്കേണ്ട കാര്യമേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റിയാണ്, പറയാതിരിക്കാൻ വയ്യ. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു റെസിപ്പി കൂടിയാണ്. പിന്നെ നേന്ത്രപ്പഴം വെച്ചിട്ട് മുമ്പ് ഇതുപോലൊരു സ്നാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പഴം നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടൊക്കെയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു വലിയ നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായിരുന്നു, അപ്പോൾ 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 3 എണ്ണം മതിയാവും. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയാൽ മധുരമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് അതിലേക്ക് പിന്നെ 3 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കിട്ടിയാൽ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം സൈഡിലേക്കൊക്കെ ഇതുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം വെച്ചു കൊടുക്കാം. അപ്പോൾ പഴം മുകളിൽ എല്ലാ ഭാഗത്തുമായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരടുപ്പ് വെച്ച് അടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ അടി പിടിക്കാതിരിക്കാൻ താഴ്ഭാഗത്ത് ഒരു അലൂമിനിയത്തിൻ്റെ പഴയ അടപ്പോ അല്ലെങ്കിൽ പഴയ ഫ്രൈങ് പാനോ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ നന്നായിരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. വെള്ളം പോലെ ഒന്നും നിൽക്കാതെ നന്നായിട്ട് മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഉറച്ച് തന്നെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, കറക്റ്റ് പാകമായിണെന്നർത്ഥം. ഇനി മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടി വേറൊരു പാനിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ പോലെ നിൽക്കുന്ന താഴ്ഭാഗത്ത് ഞാൻ പ്ലേറ്റൊന്നും വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ പ്ലേറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. അപ്പോൾ മുകൾ ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.